നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമുക്കിന്ന് ജ്യോതിശാസ്ത്രത്തിലെ ഋഷീശ്വരന്മാർ ആരൊക്കെയാണ് എന്നും അവർ കണ്ടെത്തിയ ജ്യോതിഷ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രാചീന കാലഘട്ടം മുതൽ ജ്യോതിശാസ്ത്രം ഉണ്ടായിരുന്നതാണ്. ഈ ഋഷീശ്വരന്മാരാണ് ഈ ജ്യോതിശാസ്ത്രത്തെ പറ്റിയുള്ള ഡെഫിനിഷൻ ഭാരതത്തിൽ കൊടുത്തിരിക്കുന്നത്, എഴുതി വച്ചിട്ടുള്ളത്. അത് ഓലകളിലും ചെമ്പോലകളിലും കല്ലുകളിലും ഒക്കെ തന്നെ അവരവരുടേതായ അന്നത്തെ കാലത്തിലെ ഭാഷകളിൽ എഴുതി വച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് സംസ്കൃതത്തിലേക്കും തമിഴിലേക്കും മറ്റു ഭാഷകളിലേക്കും ഒക്കെ തന്നെ അത് ആയിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാരതീയ ജ്യോതിഷ ഋഷികൾ. ഒന്നാമത്തേത് സൂര്യനാണ് ജ്യോതിഷത്തിൻ്റെ ആദ്യത്തെ ഋഷി. ആ സിദ്ധാന്തമാണ് സൂര്യസിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യസിദ്ധാന്തം എന്ന് പറയുന്ന ജ്യോതിഷത്തിൻ്റെ ഉപജ്ഞാതാവ് സൂര്യൻ തന്നെയാണ്. ഈ സൂര്യന് സാക്ഷാൽ നാരായണൻ ഉപദേശിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ സൂര്യനിൽ നിന്നും കണ്ടെത്തിയ സിദ്ധാന്തമാണ് സൂര്യസിദ്ധാന്തം. അതുകൊണ്ട് തന്നെയാണ് സൂര്യനെ ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് കണക്കാക്കുന്നത്. ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ സൂര്യനെ പ്രാർത്ഥിക്കുന്ന ശ്ലോകത്തിലൂടെയാണ് തുടങ്ങുന്നത്. മൂർത്തിത്വേ പരികൽപ്പിത ശശവൃതോ വർത്തുമാ പുനർജന്മന ആത്മേത്യാത്മവിതാം ഋതുശ്ചേതാം വർത്താമരജ്യോതിഷം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ച അനേകതായ ശ്രുതൗ വാചം നശ്ചതാതു നൈകകിരണസ്ത്രൈലോക്യ ദീപോ രവി. ഇത് സൂര്യൻ്റെ ആ പ്രാർത്ഥനാ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിലൂടെ വേണം ജ്യോതിശാസ്ത്രം ആരംഭിക്കാനെന്നാണ്. അപ്പോൾ ആ സൂര്യനാണ് ജ്യോതിഷത്തിൻ്റെ ആദ്യത്തെ ഉപജ്ഞാതാവ്. ആ സൂര്യൻ്റെ സിദ്ധാന്തമാണ് സൂര്യസിദ്ധാന്തം. ഈ സൂര്യസിദ്ധാന്തത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത് പിതാമഹൻ. ഇത് ബ്രഹ്മാവാണ് മറ്റൊരു ജ്യോതിഷത്തിൻ്റെ ഉപജ്ഞാതാവ്. അത് ബ്രഹ്മാവ് പിതാമഹ സിദ്ധാന്തം എന്ന് പറയും. ഈ പിതാമഹ സിദ്ധാന്തം എന്ന് പറയുന്നൊരു സിദ്ധാന്തം, ആ സിദ്ധാന്തം ബ്രഹ്മാവാണ് ഈ ജ്യോതിശാസ്ത്രത്തെ കണ്ടെത്തിയത് അല്ലെങ്കിൽ പറഞ്ഞു തന്നത്. മൂന്നാമത് പരാശരൻ. പരാശരൻ്റെ ഹോരയാണ് ബൃഹത് പരാശര ഹോര. അത് ജ്യോതിശാസ്ത്രത്തിൻ്റെ വളരെ വിപുലമായ ഇന്നും നിലവിലുള്ള ഒരു ഗ്രന്ഥമാണ് ബൃഹത് പരാശര ഹോര. അത് പരാശരമുനിയാണ് അത് കണ്ടെത്തിയത്. നാലാമത് വ്യാസൻ. വ്യാസമഹർഷിയെപ്പറ്റി നമുക്കറിയാം. 18 പുരാണങ്ങളും വേദങ്ങളെ പകുത്ത ആളുമാണ് വേദവ്യാസൻ. അദ്ദേഹവും ജ്യോതിശാസ്ത്രം കണ്ടെത്തിയ ആളാണ്, എഴുതി വച്ചിട്ടുണ്ട്. 18 പുരാണങ്ങളെ പറ്റിയും ജ്യോതിഷത്തെ പറ്റിയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഞ്ചാമത് വസിഷ്ഠൻ. ജ്യോതിശാസ്ത്രത്തിൻ്റെ മറ്റൊരു സിദ്ധാന്തമാണ് വസിഷ്ഠ സിദ്ധാന്തം. ആറാമത്തേതാണ് അത്രി മഹർഷി. ഗ്രഹണങ്ങളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതും അതിനെപ്പറ്റിയൊക്കെയുള്ള അറിവുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു സിദ്ധാന്തമുണ്ട്. അത് ഗ്രഹണങ്ങളെ പറ്റിയുള്ള ഒരു ജ്യോതിശാസ്ത്രം തന്നെ ഉണ്ട്. ഏഴാമത് കശ്യപൻ, കശ്യപ മഹർഷി. കശ്യപ സംഹിത എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രമാണ് അത്. എട്ടാമത് നാരദർ, നാരദ സംഹിത എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രമുണ്ട്. ഒമ്പതാമത് ഗർഗൻ, ഗർഗ സംഹിത എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ജ്യോതിശാസ്ത്രമുണ്ട്. പത്താമത് മരീചി. മുഹൂർത്തങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹമാണ്, ഈ ഋഷീശ്വരനാണ് അതിനെപ്പറ്റി വ്യാഖ്യാനിച്ചത്. 11ാമത് മനു. അത് നമുക്കറിയാം, മനുസ്മൃതി എഴുതിയ ആളാണ് മനു. 12ാമത് അങ്കിരസ്. ബാഹസ്പത്യ സംഹിത എന്നാണ് ആ ശാസ്ത്രത്തിൻ്റെ പേര്. 13ാമത് ലോമശൻ. ലോമശ സംഹിത എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രം ഇദ്ദേഹമാണ് എഴുതിയത്. 14ാമത് പൗലിശൻ. പൗലിശ സിദ്ധാന്തം എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രം. 15ാമത് ച്യവനൻ. ച്യവനനും മുഹൂർത്തങ്ങളെ പറ്റിയാണ് കണ്ടെത്തുകയും കൂടുതൽ എഴുതപ്പെടുകയും ചെയ്തിട്ടുള്ളത്. 16ാമത് യവനൻ. യവന ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ജ്യോതിഷ സംഹിതയുണ്ട്. 17ാമത് ഭൃഗുമുനി.
ഇതിനെ ഭൃഗു സംഹിത എന്ന് പറയും. ഇതാണ് തമിഴ്നാട്ടിലൊക്കെയും വൈത്തീശ്വരൻ കോവിലിൽ ഓലയെടുത്ത് വായിച്ച് പൂർവ്വജന്മങ്ങളെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇത് ഭൃഗു സംഹിത എന്ന് പറയും. ആ ഡെഫിനേഷൻ കൊടുത്ത ആളാണ് ഭൃഗു മഹർഷി. 18ാമതാണ് ശൗനകൻ. ഈ ശൗനക മഹർഷിയാണ് പരാശര മുനിയുടെ ഗുരു. അതായത് ബൃഹത് പരാശര ഹോര എഴുതിയ പരാശര മുനിയുടെ ഗുരുനാഥനാണ് ശൗനകൻ, ശൗനക മഹർഷി. അദ്ദേഹമാണ് ജ്യോതിശാസ്ത്രത്തെപ്പറ്റി ഇദ്ദേഹത്തിന് കൂടുതൽ ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായത്. അപ്പം ശൗനക സംഹിത എന്ന് പറയുന്ന ഒരു ശാസ്ത്രം ഉണ്ട്. ഇങ്ങനെയുള്ള 18 സിദ്ധന്മാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെയും കൂടെ റിസർച്ച് കണ്ടെത്തി എഴുതി വച്ചിരിക്കുന്ന മറ്റ് ജ്യോതിഷികളാണ്. ഒന്ന് പുലഹൻ, ഇത് ബ്രഹ്മാവിൻ്റെ മകനാണ്. 20ാമത് ശാകല്യൻ, ഇനി ശാകല്യ സംഹിത എന്ന് പറയുന്ന ഒരു ജ്യോതിഷമുണ്ട്. 21ാമത് പൗലസ്ത്യൻ, ഇത് ബ്രഹ്മാവിൻ്റെ മകനാണ്. അങ്ങനെ അദ്ദേഹവും ജ്യോതിഷത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. 22ാമത് വരാഹമിഹരൻ ആണ് വരാഹ ഹോര എന്ന് പറയുന്ന ശാസ്ത്രം. ഇന്ന് കേരളത്തിൽ ജ്യോതിഷികൾ അവലംബിച്ച് വരുന്ന ശാസ്ത്രം വരാഹമിഹരൻ്റെ ശാസ്ത്രമാണ്, ജ്യോതിഷമാണ്. നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന പ്രശ്നം വെക്കുന്നതും ജാതകം നോക്കുന്നതും മുഹൂർത്തങ്ങളെപ്പറ്റിയും ഇപ്പം നിലവിൽ നിൽക്കപ്പെടുന്ന ജ്യോതിശാസ്ത്രങ്ങളെപ്പറ്റി കൈകാര്യം ചെയ്യപ്പെടുന്ന വരാഹമിഹരൻ്റെ ഹോരാശാസ്ത്രമാണ്, ജ്യോതിഷമാണ്. ഇത്രയും കാര്യങ്ങൾ ജ്യോതിഷത്തിന് വളരെ പ്രാധാന്യമാണ്. ഈ പല കാര്യങ്ങളും ഇന്ന് ഇവിടെ അവൈലബിൾ അല്ല. അതൊക്കെ തന്നെയും പാശ്ചാത്യരായിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒരുപാട് അപഹരിച്ചുകൊണ്ട് പോവുകയും പോരാത്തതിന് തീയിട്ട് നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുമൊക്കെ തന്നെയും ശേഷം കിട്ടിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഈ ഭാരതത്തിൽ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയും ഇന്നും ഇവിടെ നിലനിൽക്കപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ജ്യോതിശാസ്ത്രമൊക്കെ വേറെ ലെവലിൽ അറിയപ്പെടുമായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്ത് സംഭവിക്കും, എന്താണ് നടക്കുന്നത്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുവാനായിട്ട് സാധ്യമാകുമായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ തന്നെ ഭാഗ്യദോഷം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായിപ്പോയി. കുറച്ച് കാര്യങ്ങളൊക്കെ ശേഷിക്കപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഴയ തറവാടുകളിലും അതുപോലുള്ള ഋഷീശ്വരന്മാരായിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലും അവരുടെ പിൻതലമുറക്കാരായിരുന്ന ആൾക്കാരിലും ഒക്കെ തന്നെയും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട്, കുറച്ച് ഡെഫിനേഷൻസൊക്കെ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഋഷി പരമ്പരയിൽ പിറക്കാനായിട്ട് ഈ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് ഒരു ജന്മാന്തര പുണ്യം തന്നെയായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി പൂർവപരമായിട്ട് ജ്യോതിഷത്തിൽ ഡെഫിനേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.